അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല അടിപൊളി ഒരു നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും അതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതുമായ നല്ലൊരു ഗോൾഡൻ ഫേഷ്യലാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് നിങ്ങളെ. അപ്പൊ പാർലറിൽ പോകാൻ അവസരമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പോകാൻ ഇഷ്ടമില്ലാത്തവര്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പോകാൻ പറ്റാത്തവര്, അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗോൾഡൻ ഫേഷ്യൽ അങ്ങ് ചെയ്യാം. ഇപ്പൊ ഞാൻ ആ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ എന്താ ഒരു തിളക്കൊന്ന് നോക്കിക്കേ, ഫേസിന്റെ അടിപൊളി മാറ്റം കേട്ടോ. പറയാൻ എന്ത് പറയുന്നേ, ഇതിന് പറയാൻ വാക്കുകളില്ല. 4 സ്റ്റെപ്പ് ഉണ്ട്. 4 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. 4 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഗോൾഡൻ ഫേഷ്യലാണിത്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ പാർലറിൽ പോകണമെങ്കിൽ നമുക്കൊരു സമയമൊക്കെ കണ്ടെത്തണം. നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് എപ്പം നമ്മൾ പോകും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി, ഇതിനകത്ത് ഈ ചിന്താഗതി ഒന്നും വേണ്ട. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അടിപൊളി ഒരു ഗോൾഡൻ ഫേഷ്യൽ നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നതിന് പോലെ തന്നെ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഗോൾഡൻ ഫേഷ്യൽ നമുക്ക് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം അല്ലെ. അടിപൊളി മാറ്റം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഫേസ് ഞാൻ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പാലാണ്. ഇത്രയും പാലെടുത്താൽ മതി, ഒരുപാട് പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ശകലം കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു ശകലം കസ്തൂരി മഞ്ഞൾ, കുറച്ച് മതി, കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമ്മൾ പാലിനകത്തോട്ട് ഈ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് തേച്ച് കൊടുക്കാം. ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ. എന്തിനാ? ഫേസിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് മാറണം. ആ ഫേസിലുള്ള അഴുക്ക് നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഫേസിലോട്ട് അത് പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞു കൊടുക്കും. തേച്ചിളക്കി അങ്ങ് കളഞ്ഞേക്കാല്ലേ, നന്നായിട്ട് കേട്ടോ. നന്നായിട്ട് അഴുക്കിളകിപ്പോവും. കസ്തൂരി മഞ്ഞളും പാലും ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലെ അഴുക്ക് നന്നായിട്ട് ഇളകിപ്പോവും. മതി. ഇനി നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റുവോ കഴുകുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ തുടച്ച് മാറ്റുന്നേ ഉള്ളൂ. ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സൂപ്പറാകും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബാണ്. സ്ക്രബിന് നമ്മളിവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഭയങ്കര തരിയുള്ള അരിപ്പൊടി ഒന്നും ആരും എടുത്തേക്കരുത്, കുറച്ച് കേട്ടോ. കുറച്ച് അരിപ്പൊടി എടുത്താൽ മതിയാകും. ഞാനിവിടെ ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാം. പാല് ഇതിന് ഈ അരിപ്പൊടി നനയാൻ ആവശ്യത്തിനുള്ള പാല് മതിയായിരിക്കും. നോക്കട്ടെ. ഒരു ശകലം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം അരിപ്പൊടിയും പാലും, ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള കസ്തൂരി മഞ്ഞളും കൂടെ, ഒരു നുള്ള് കേട്ടോ, കൂടുതലൊന്നും ഇടണ്ട, ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ. അപ്പം പാല്, അരിപ്പൊടി, പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇത്രയാണ് ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയും പറയണ്ടല്ലോ, അരിപ്പൊടി, പാല്, കസ്തൂരി മഞ്ഞൾ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ്. ഫുള്ള് 4 സ്റ്റെപ്പുണ്ട്. അതിൽ
രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്. എളുപ്പം കാണിച്ചു തരാം കേട്ടോ. വെച്ചോണ്ടിരിക്കുന്ന പരിപാടിയില്ല, അല്ലെ പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും പിന്നെ ഓരോ കാര്യങ്ങളുള്ളവരാണ്. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ നേരം കണ്ടുകൊണ്ടിരിക്കാനൊന്നും ആർക്കും സമയമില്ല. പക്ഷെ എങ്കിലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അതിനുള്ളിൽ പറഞ്ഞേ പോകത്തുള്ളൂ, അല്ലാണ്ട് പറ്റത്തില്ലല്ലോ. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മൂക്കിൻ്റെ, എപ്പോഴും ഞാൻ പറയും മൂക്കിൻ്റെ ഈ സൈഡിലാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് പോവുക കേട്ടോ. അരിപ്പൊടി ഭയങ്കര തരിയുള്ള അരിപ്പൊടി അങ്ങോട്ട് എടുക്കരുത് കേട്ടോ. ഭയങ്കര തരിയുള്ള അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ പാട് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യുക. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോള് ഫുള്ളാകും. അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല കേട്ടോ. മടിച്ചാണ് നിങ്ങൾ വിചാരിക്കും അല്ലേ. അപ്പം ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ മാറ്റം ഒരു നല്ല അടിപൊളി മാറ്റം തന്നെയാണത്. അപ്പം നന്നായിട്ട് ഇതുപോലൊക്കെ നമ്മൾ ചെയ്യണമെന്നേ. നമ്മളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം അത് നമ്മൾ അനുവദിച്ചുകൂടാ. കുറേ പ്രായമാകുമ്പോൾ ഉണ്ടായിക്കോട്ടെ, അതുവരെയൊക്കെ നമ്മുടെ ഫേസിനെ നമ്മൾ നന്നായിട്ട് വെക്കണം അല്ലേ. അത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു കണ്ടോ, ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് അടിപൊളി തെളിച്ചമാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് കഴുകിയിട്ട് ഇപ്പം വരാം. അപ്പം സ്ക്രബൊക്കെ കഴിഞ്ഞു കണ്ട. സ്ക്രബൊക്കെ കഴിഞ്ഞവനെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകി ഇനി നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. ഇതൊന്ന് ഈ വെള്ളത്തിൻ്റെ ഈ വെള്ളമയം ഒന്ന് മാറാനായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഇങ്ങനെ ഉപ്പിക്കൊടുക്കുന്നു കണ്ട. ഇതേണ്ട 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4 സ്റ്റെപ്പ് ഉണ്ട്, ഫുള്ള് മൊത്തം 4 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ 2 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. ഇനി നമ്മുടെ ഫേസിനൊരു മസാജ് കൊടുക്കണം. മസാജ് കൊടുക്കാനായിട്ട് ഞാനിവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് കണ്ടോ, തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരിനകത്തേക്ക് കസ്തൂരി മഞ്ഞളാണ് ഇവിടെ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. അപ്പൊ തൈരും കസ്തൂരി മഞ്ഞളും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തേനും കൂടിയാണ് ചേർക്കുന്നത്. തേനും തൈരും കസ്തൂരി മഞ്ഞളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബ്രൈറ്റ്നസ്സും ഇതൊക്കെ കിട്ടുന്നതാണ്, ഗ്ലോയും ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് തേന് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും കസ്തൂരി മഞ്ഞളും തേനിപ്പം പുറത്തോട്ട് ഒഴിക്കും. തേനും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. താഴെ ശകലം വീണം തോന്നും, സാരമില്ല, തുടയ്ക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ടെടുക്കാം. നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. ഫ്രിഡ്ജിനകത്തിരുന്ന് തൈരായോണ്ടുണ്ടല്ലോ എന്താ ഒരു സുഖം ഫേസിൽ. തണുപ്പ് ഇപ്പം നല്ല ചൂടല്ലേ. ഇന്നലെ ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് ഇരുണ്ട് മൂടി കേട്ടോ. ഇരുണ്ട് മൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു, ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടല്ലോ ഇന്ന് എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ ഉണ്ടല്ലോ, ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയം ഞാനൊരു 5:30, 5:45 അല്ല 5 ആ ടൈമിലായിരിക്കും. പക്ഷെ കുറെ നേരം ഞാൻ നോക്കി നിന്നിട്ടൊന്നും മഴ വന്നില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാവോ, അവസാനം ചെടിക്ക് വെള്ളം ഒഴിച്ചൊക്കെ കഴിഞ്ഞ് കയറി ഇങ്ങനെ പോകുന്നു. എൻ്റെ ദൈവമേ, ഒരു സന്ധ്യ കഴിഞ്ഞു. അതായത് ഒരു 7 മണിയൊക്കെ ആയി. അപ്പം എന്താ ഇവിടെ ഇതേപോലെ മസാജ് നന്നായിട്ട് നിങ്ങൾ കൊടുക്കണം. നമ്മുടെ സ്കിൻ ഇങ്ങനെ താഴോട്ട് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ ചെയ്യാളൂ, ആരും ഇങ്ങനെ ചെയ്യരുത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. കണ്ട, ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ മസാജ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസൊക്കെ അങ്ങോട്ട് നല്ല നല്ല ആപ്പിള് പോലെ ആവും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താ, നമ്മുടെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കുക. എല്ലായിടത്തും ഇങ്ങനെ പയ്യനെ മസാജ് കൊടുക്കുക. ഇവിടെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കരുത്. സോഫ്റ്റ് ടച്ച് കണ്ട. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള തടിപ്പും അങ്ങനെയൊക്കെ നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. കണ്ട, ഇങ്ങനെ പയ്യനെ ഇങ്ങനെ സോഫ്റ്റ് ടച്ച് ഇങ്ങനെ കൊടുക്കുക.
നല്ലതായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ചെയ്യണം, നല്ലതായിട്ട് മസാജ് കൊടുക്കുക. അപ്പൊ 7 മണി ആയപ്പോഴത്തേക്കും പറഞ്ഞതിന്റെ ബാക്കി പറയട്ടെ. എന്റെ ദൈവമേ, ഇതുപോലുണ്ട് ഒരു മഴ, ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ നമുക്ക് സഹിക്കാം. എന്റെ ദൈവമേ, എനിക്ക് ഇടി, സുപ്രിയയുടെ കാര്യം പറയുന്ന പോലെ ഇടി എനിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. അവരുടെ അത്രയും പേടിയൊന്നുമില്ല, പക്ഷെ എന്നാലും പേടിയുണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നല്ല ഇടി, അതൊരു കുറെ നേരം നിന്ന് പെയ്തു കഴിഞ്ഞപ്പോൾ ആ റോഡിലൊക്കെ വെള്ളമിടാം, അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആലപ്പുഴക്കാർക്കും മഴ കിട്ടുന്നേ ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അടിപൊളി മഴയായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ മസാജ് ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് മസാജ് കൊടുത്താൽ മതിയാകും. അപ്പൊ നമ്മുടെ ഫേസിന് നമ്മൾ മസാജൊക്കെ കൊടുത്തു കേട്ടോ. മസാജൊക്കെ കൊടുക്കുമ്പോൾ തന്നെ എന്താ ഗ്ലോ എന്ന് നോക്കിക്കേ. എനിക്ക് വയ്യ, പാർലറിൽ പോയി ആരും പൈസയൊന്നും മുടക്കണ്ടെന്നേ. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് എന്താ ഒരു ഗ്ലാമർ, എനിക്ക് വയ്യ. അപ്പൊ നമുക്കിത് തുടച്ച് കളയാം. ഇനി എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്നല്ലേ. ഇനി നമ്മളൊരു പാക്ക് അങ്ങ് വെച്ച് താങ്ങും. ഒരു നല്ല അടിപൊളി പാക്കാണ് അടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പോകുന്നത്. കണ്ട, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അടിപൊളി ആകും, അതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിലും നമുക്കിപ്പോൾ പാർലറിൽ പോകാൻ ആയിട്ട് പാടുള്ളവർ, അതായത് പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് പാർലറിൽ പോകുന്നതിനോട് ഇഷ്ടമല്ല, ചിലവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് എപ്പം വേണമെങ്കിലും ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ഗോൾഡൻ ഫേഷ്യൽ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്വർണം തോറ്റുവും നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അതുപോലെ അടിപൊളി ഗ്ലാമറായി കിട്ടും. നമുക്കിനി ഒരു പാക്കിങ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി നമുക്ക് തീരും. അപ്പൊ നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലമാവാണ്. കടലമാവ് എടുത്തിട്ട് കാണിക്കാം കേട്ടോ. കുറച്ച് മതി, ആരും ഒരുപാടൊന്നും എടുക്കണ്ട. നമ്മുടെ ഒരു ഫേസിന് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കടലമാവ് എടുത്താൽ മാത്രം മതി. കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇതിനകത്തെ വില്ലൻ സാധനം ഏതാണ്? നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെയാണ് വില്ലൻ. അപ്പൊ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിനകത്തേക്ക് എന്താണെന്ന് അറിയേണ്ട എല്ലാവർക്കും. ഇനിയിപ്പൊ ഇത് കുഴയാനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് പാലാണ്. അപ്പൊ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു ശകലം തേൻ എന്തായാലും ചേർത്ത് കൊടുത്തേക്കാം. തേൻ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല അടിപൊളിയാണ് നമ്മുടെ ഫേസ് കാണാനായിട്ട്. ശകലം കേട്ടോ, ഒരുപാടൊന്നും ആരും ചേർക്കേണ്ടതാ, ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശകലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം. പാൽ ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടും. ഞാനൊരു ശകലം കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. കൂടുതൽ ഇതുണ്ടല്ലോ തിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലിട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് ഇത് ഡ്രൈ ആകും, മനസ്സിലായോ? അതുകൊണ്ട് ഒരു ശകലം ഈ ഒരു ഇതിലിട്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത്. കണ്ട, ഈ ഒരു അളവിലിട്ട് കൊടുക്കുക. പിന്നെ ഇത് പായ്ക്കാണ്, നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. നല്ല അടിപൊളി പാക്ക്. ഇത് കാണുമ്പോൾ തന്നെ എന്താ രസം എന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഗോൾഡിന്റെ കളറാണ്. അപ്പൊ ഇത് നമ്മുടെ ഫേസിൽ ചെയ്യുമ്പോഴത്തെ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചെയ്യാം. കണ്ട, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ പാക്ക് നമ്മളൊരു 15 മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതിയാകും കേട്ടോ. വരണേ, ഭയങ്കര വെട്ടം അടിക്കുന്നു. എവിടെ നിന്ന് നോക്കിയിട്ട് വരാം. കണ്ടുപിടിച്ചു, ഈ വെട്ടം മതി. മറ്റേത് ഭയങ്കര ഒരു വെട്ടം പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാ ഇതിന്റെ വെട്ടം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അതെ, ഞാൻ ഓർത്ത് ഇത് കൂട്ടിയിട്ടപ്പോഴത്തേക്കും ഭയങ്കര വെട്ടമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് കറക്റ്റ് വെട്ടാന്ന് തോന്നുന്നു. അപ്പൊ എന്താ, അതൊക്കെ പോട്ടെ. നമ്മുടെ പാക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തേക്കാം. കണ്ടോ, പാക്ക് ഇട്ട് കൊടുത്തു.
ഈ പാക്ക് ഒരു 15 മിനിറ്റ് നമ്മുടെ ഫേസിലിരിക്കണം. ആഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്താൽ മതിയാകും. നമ്മള് അടിപൊളി, ഇത് ഗോൾഡൻ ഫേഷ്യൽ, അടിപൊളി ഒരു ഗോൾഡൻ ഫേഷ്യലാണ്. ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടല്ലോ, ഇത് 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചതിന് ശേഷം ഞാനിത് കഴുകി കളഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പറയും, എന്താ ഒരു മാറ്റം ചേച്ചിയെ, ഇത് അടിപൊളിയാണല്ലോ, പാർലറിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ലല്ലോ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. 15 മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. വെറുതെ ഒന്ന് കഴുകിയിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ എന്റെ ഫേസിൽ ചെയ്യത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ 4 സ്റ്റെപ്പുള്ള ഗോൾഡൻ ഫേഷ്യൽ, അപ്പൊ എന്റെ ഫേസിന്റെ മാറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നിങ്ങൾ. അടിപൊളി മാറ്റമല്ലേ കാണുന്നത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എന്റെ ഫേസ് ആണോ എന്ന് തന്നെ. അത്രയ്ക്ക് മാറ്റമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം പൊട്ടായിരുന്നു നോക്കിയതേ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, പാർലറിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണിത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബൈ.